പിന്നെ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ പേര് എന്നെ വിളിച്ച്, അത് എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. അത് ഞാൻ തന്നെ റിവ്യൂസിൽ തൂക്കി വിട്ട ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം അതെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡും. അപ്പോൾ ആൾക്കാർ ഇത്രയും പേര് നമ്മളെ അക്നോളജ് ചെയ്യുന്നുണ്ട്. ആ, എന്നുള്ള വെക്കുന്നില്ല, ഉള്ളിൽ വെക്കുന്ന, അല്ലെങ്കിൽ ഒരു നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ബാഡാണെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ വരണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പേരൊന്നല്ല, 100 കണക്കിന് ആൾക്കാർ മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് നമ്മൾ അറിയുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന, അത് പുള്ളിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ പറഞ്ഞാൽ. നല്ലതല്ലേ ഷൈൻ ടോം. പുള്ളി ഒരു സെന്റൻസ് മുഴുവൻ ഇട്ടു. കാരണം പുള്ളിയുടെ അച്ഛൻ ഇപ്പം അടുത്തല്ലേ മരിച്ചേ. അച്ഛൻ മരിക്കുന്ന വേദന എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം ഇട്ടു. ഭയങ്കര ഇപ്പം ആൾക്കാർ നന്മയുള്ള. അപ്പൊ ഞാനത് അത് ശരിക്കും, കാരണം ഷൈൻ ടോം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ സാധനം ഞാൻ ഒരു അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി എനിക്കെതിരെ കുറേ ബൈറ്റ്സ് കൊടുത്തുള്ള ആളാണ്. പക്ഷെ അങ്ങനെ കുറേ പേര്, പിന്നെ ഭയങ്കര ഹയർ പൊസിഷനിൽ നിൽക്കുന്ന മീഡിയ പേഴ്സൺസ്, അപ്പോൾ ഇവരൊക്കെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും എന്നെ അറിയാമെന്നുള്ള പോലെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്, മനസ്സിലായില്ലേ. പിന്നെ പൊളിറ്റീഷ്യൻസ്, ഫോർ എക്സാമ്പിൾ അതേ പറഞ്ഞ ഇപ്പം നമ്മളെ സഹാക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉള്ളത്, ഡിവൈഎഫ്ഐയുടെ ഒക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാനത്, അപ്പം പിന്നെ എനിക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.